ഹലോ എവറി വൺ, എല്ലാവർക്കും മാത്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്ന മാത്സിൻ്റെ എക്സാമിനേഷനിലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യനിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ ട്രയാങ്കിൾ ഒ ഡി സി വിത്ത് ഒ ഡി ഇസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ, ഒ സി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. വരച്ചു നോക്കാം അല്ലേ. ഇത് വരയ്ക്കാനും വീഡിയോ എടുക്കാനും ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒ ഡി ഇസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലൈൻ ഞാൻ ഇവിടെ വരയ്ക്കും. ഓക്കെ, ജസ്റ്റ് ലൈൻ വരയ്ക്കാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വരച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അവിടെ അതിൻ്റെ വാല്യൂ ചെയ്തണം. ഇപ്പോൾ ഒ ഡി ഇസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കുക, നമ്മുടെ ആംഗിൾ ഡി അല്ലേ. സോ നമുക്ക് ഈ ഡി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 30 ഡിഗ്രി മെഷർ ചെയ്യണം, അത് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രി വരയ്ക്കാൻ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്, ഇവിടെ പോയിന്റിൽ വെച്ചു. ഇനി 30 ഡിഗ്രി 30 ഡിഗ്രി നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യുന്നു, വരയ്ക്കുന്നു. ഓക്കെ, ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. നമ്മൾ ഇതും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒ സി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഒ സി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അതായത് ഈ ഒയിൽ നിന്ന് ഇവിടെ ഈ പോയിന്റിൽ എവിടെയും എന്ത് വരാം, സി എന്ന് പറഞ്ഞ പോയിന്റ് വരാം. ഒ സി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോമ്പസിനകത്ത് 5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. ഓക്കെ, ഇതാണ് ഒ സി. നമുക്ക് 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. കോമ്പസിൽ എന്ത് ചെയ്യുക, ഒരു 5 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒ സി ആണ് 5. അപ്പോൾ ഒ സി 5 ആയതുകൊണ്ട് തന്നെ ഓയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പസ് വെക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ഹാഫ് സർക്കിൾ വേണമെന്നില്ല, ജസ്റ്റ് ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന സർക്കിൾ വരച്ചാൽ മതി. ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന സർക്കിൾ വരച്ചു. 2 സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട് ലൈൻമേ, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം എന്താ പറയുക, അർത്ഥം ഈ ദൂരവും 5 ആണ്, ഈ ദൂരവും 5 ആണ്. ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്, ഈ ദൂരം 5 തന്നെയാണ്, ഈ ദൂരം 5 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒ സി ഇസ് ഈക്വൽ ടു 5 എന്നത് ഈ അളവെടുക്കാം, അല്ലെങ്കിൽ ഈ അളവെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടും ജസ്റ്റ് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും ഞാൻ വരച്ചിട്ടുണ്ട്. എക്സാം നിങ്ങൾ ഇതിൽ ഒന്ന് വരച്ചാൽ മതി. ഏത് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഈ ലെങ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒ സി ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ റെഡ് കളറിൽ കാണുന്ന ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒ സി ആക്കിയിട്ട് എടുക്കാം. രണ്ടും എന്ത് തന്നെയാണ്, ഒ സി 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു കാണുന്ന ട്രയാങ്കിൾ എടുക്കാം, അല്ലെങ്കിൽ ഈ വലിയ ട്രയാങ്കിൾ എടുക്കാം. രണ്ടായാലും നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഓക്കെ ആവുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യനിൽ ബി ആണ്. വിത്തൗട്ട് ചേഞ്ചിങ് ദി മെഷേഴ്സ് ഓഫ് ഒ ഡി ആൻഡ് ആംഗിൾ ഡി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ ട്രയാങ്കിൾസ് വെൻ ദി മെഷർ ഓഫ് ഒ സി ഈസ്. അതായത് ഒ ഡിയുടെ ലെങ്ത് 9 സെൻറ്റിമീറ്റർ ആണ്, ആംഗിൾ ഡി 30 ഡിഗ്രി ആണ്. അത് രണ്ടും ചേഞ്ച് ചെയ്യാതെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ, വരയ്ക്കാൻ പറ്റില്ല. വെൻ ദി മെഷർ ഓഫ് ഒ സി ഈസ് അല്ലേ, ഒ സിയുടെ മെഷർമെന്റ് ഈ താഴെ പറഞ്ഞ 4 ഓപ്ഷൻസിൽ ഏത് വന്നാലാണ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാത്തതെന്നാണ് ചോദ്യം. ഞാൻ ഇവിടെ വരച്ചു നോക്കിയിട്ടുണ്ട്. നോക്കോളൂ, ഒ ഡി 9 സെൻറ്റിമീറ്ററിന് കൊടുത്തിട്ടുണ്ട്, ആംഗിൾ ഡി 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ട്രയാങ്കിള്, ഇത് ഒ ഡി ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ എന്ന കേസാണ്, 8 സെൻറ്റിമീറ്റർ എന്ന കേസാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. കാരണം ഇവിടെയും കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെയും കൂട്ടിമുട്ടുന്നുണ്ട്, ലൈനിൽ ഇവിടെയും കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഒ ഡി ഈസ് ഈക്വൽ ടു 8 വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്, വരയ്ക്കാൻ പറ്റും. ഇനി ഒ ഡി ഈസ് ഈക്വൽ ടു അടുത്ത ഓപ്ഷൻ 10 സെൻറ്റിമീറ്റർ ആണ്. അത് വരുന്നത് ഈ വലിയ ട്രയാങ്കിൾ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. ശരിക്കും ഒന്ന് നീട്ടി വരച്ച് കാണിക്കാം. ഞാനിവിടെ പല എങ്കിലും കാണിച്ചിട്ടുണ്ട്. ആ ഗ്രീൻ കളർ കാണിക്കുന്ന ലെങ്ത് ഒ ഡി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആണ്, അത് വാലിഡ് ആണ്, വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ 10 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്ഷൻ ബി, ഒ ഡി ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ വരുമ്പോഴും ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ ഒ ഡി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് 4 സെൻറ്റിമീറ്ററിൻ്റെ ആ സർക്കിൾ വരുന്നത്. ഈ സർക്കിൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ലൈനിൽ കൂട്ടിമുട്ടൂല, ഈ ലൈനിൽ എവിടെയും കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് അത് വാലിഡ് അല്ല, വരയ്ക്കാൻ പറ്റില്ല നമുക്ക് അല്ലേ. ഒ സി ഈക്വൽ ടു 4 ഒരു അളവിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അടുത്ത് ഒ ഡി ഈക്വൽ ടു 9 സെൻറ്റിമീറ്ററിനാണ് ഈ റെഡ് കളർ കാണിക്കുന്നത്. ഇതും കൂട്ടിമുട്ടുന്നുണ്ട്, ആ ട്രയാങ്കിൾ സർക്കിളോട് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ചു നോക്കാം, ജസ്റ്റ് വരച്ചു നോക്കാം. അപ്പോൾ ഏതാണ് കൂട്ടിമുട്ടാത്തത്, കൂട്ടിമുട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഒ ഡി ഈസ് ഈക്വൽ ടു 8 വന്നാൽ പറ്റും, 10 ഓക്കെയാണ്, 4 നോട്ട് ഓക്കെയാണ്, 9 ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഒ ഡി 9 സെൻറ്റിമീറ്ററും ആംഗിൾ ഡി 30 ഡിഗ്രിയും ആയിരിക്കെ ഒ സി എന്ന അളവ് 4 സെൻറ്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല കേട്ടോ. ഓക്കെ.